തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഇന്നാണ് 65-ലധികം ആനകൾ ആനയൂട്ടിന്റെ ഭാഗമാകും. 70,000-ലധികം ആളുകളെയാണ് ആനയൂട്ട് ചടങ്ങിലേക്കായി ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അന്നദാനവും ക്ഷേത്രത്തിലുണ്ടാകും. ആനയൂട്ടിന് 9 തരം പഴവർഗ്ഗങ്ങളും 200 കിലോയോളം അരിയുടെ ചോറും ഉൾപ്പെടെ തയ്യാറാക്കുന്നുണ്ട്. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, എല്ലാ കാലത്തും ഈ ആനയൂട്ട് വളരെ കൗതുകം പകരുന്ന ഒന്നാണ്. ഒപ്പം തന്നെ ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. ആയുർവേദ ചികിത്സകൾ നമ്മൾ മനുഷ്യരെല്ലാവരും തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ ആനയൂട്ടും തുടങ്ങുന്നു. തീർച്ചയായും. അതായത് മനുഷ്യരെല്ലാവരും തന്നെ ഈ കർക്കിടകാലത്ത് ഈ ആയുർവേദ ചികിത്സയിലേക്ക് കടക്കുമ്പോൾ ഈ ആനകൾക്കും ചികിത്സ നൽകുകയാണ്. തൃശ്ശൂരിൽ എല്ലാ വർഷവും ഉള്ളതാണ്. പതിവ് തെറ്റാതെ ഇക്കുറിയും വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നു. അതോടൊപ്പം തന്നെ വടക്കുംനാഥന്റെ ഭാഗമായുള്ള ആനകൾക്കെല്ലാം തന്നെ സുഖചികിത്സ ആരംഭിക്കും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആകട്ടെ, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആകട്ടെ, വരും ദിവസങ്ങളിൽ ആനകൾക്കെല്ലാം തന്നെ സുഖചികിത്സ ആരംഭിക്കും. അതിന്റെ തുടക്കമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇന്ന് 65-ലധികം ആനകളായിരിക്കും ഇന്ന് ആനയൂട്ടിൽ പങ്കെടുക്കുക. 7 പിടിയാനകളും ഇതിലുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതിന് മുന്നോടിയായുള്ള ഗണപതി ഹോമമാണ് നടക്കുന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അത് പുലർച്ചെ തുടങ്ങിയ ചടങ്ങുകളാണ്. അത് അല്പസമയത്തിനകം അവസാനിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മിത, അതായത് സാധാരണ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആനകൾ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ആനകൾ നെറ്റിപ്പട്ടവും ഒക്കെ കെട്ടിയെത്തുന്ന ആനകളെയാണ് കാണുന്നതെങ്കിൽ ആനയുടെ തനത് സൗന്ദര്യം, അതായത് ആ കറുപ്പ് അഴക് പ്രകടിപ്പിച്ചുകൊണ്ടെത്തുന്ന ആനകളാണ്. ഒരു സൗന്ദര്യവും തെല്ലും മറ്റ് നെറ്റിപ്പട്ടം ഒന്നും തന്നെ അണിയാതെ എത്തുന്ന ആനകൾ. ആ ആനകളെ കാണുന്നതിന് വേണ്ടിയാണ് എല്ലാവരും എത്തുന്നത്. എന്തായാലും 65-ഓളം ആനകൾ എത്തും എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം പറയുന്നത്. അതോടൊപ്പം തന്നെ ആനയുടെ ചെറിയ പരിശോധനകളും എല്ലാം ആരോഗ്യസ്ഥിതി എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ആനകളെ പങ്കെടുപ്പിക്കുക. ഇന്ന് അവധി ദിനം കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളത് ദേവസ്വം കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം ഒരു 8:30-ക്കും 9 മണിയോടും അടുത്തായിരിക്കും ഈ ആനയൂട്ട് ആരംഭിക്കുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഇക്കുറി ഈ ആനയൂട്ടിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. ശരി സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.